ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തേക്ക് ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും ദൈവിക ജ്ഞാനത്തോടും ആയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും സന്ദേശങ്ങളാണ്. അത് അനേകം പേർക്ക് ഗുണകരമായി തീരുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങൾ ജ്ഞാനത്തോടുകൂടെ തന്നെ പ്രാർത്ഥിക്കുക, ജ്ഞാനത്തോടുകൂടെ തന്നെ വചനം വായിക്കുക, ജ്ഞാനത്തോടുകൂടെ തന്നെ പ്രവർത്തിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവിക ജ്ഞാനത്തിലാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവിക ജ്ഞാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇരുട്ടിൻ്റെ മക്കളല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഇരുട്ടിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ സന്തതികൾ ഈ ലോകത്തിലുള്ള ജ്ഞാനം അന്വേഷിക്കുമ്പോൾ അവൻ ദൈവമക്കൾ, ദൈവസന്തതികൾ, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവർ, അവൻ നിത്യതയെ സ്വപ്നം കണ്ടു ജീവിക്കുന്നവർ, അവർ ഒരിക്കലും ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല. അവർ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ തികവിലും ജീവിക്കുവാൻ തയ്യാറാകുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ ആത്മാക്കളെ വിവേചിച്ച് അറിയുവാനുള്ള ദൈവിക ജ്ഞാനം എനിക്ക് ലഭിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയ്ക്കകത്താണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും ദൈവദാസന്മാരായിക്കോട്ടെ, ദൈവവിശ്വാസികളായിക്കോട്ടെ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിലായിക്കോട്ടെ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ തികവിൽ ജീവിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതലാണോ, ദൈവസഭയാണോ, ഒരു പൊതുസമൂഹമാണോ, ആ സമൂഹം അനുഗ്രഹിക്കപ്പെടും, ആ സഭ അനുഗ്രഹിക്കപ്പെടും, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. കാരണം അവൻ ആശ്രയിക്കുന്നതും ശ്രദ്ധ വയ്ക്കുന്നതും അവൻ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒരിക്കലും ലോകത്തിന്റെ നശിച്ചു പോകുന്ന ജ്ഞാനത്തിലല്ല, ആ നശിക്കാത്ത നിത്യത വരെ നിലനിൽക്കുന്ന ദൈവിക ജ്ഞാനത്തിലാണ്. ആ ജ്ഞാനം ഇന്ന് പകൽക്കാലവും നിങ്ങൾക്കും എനിക്കും ലഭിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു ദൈവിക ജ്ഞാനത്തിന്റെ സന്ദേശത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനാൽ ഇതിനാൽ അറിയാം. ആമേൻ. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇത് പരിജ്ഞാനത്തിന്റെ തികവാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ ഇതാ, പ്രിയമുള്ളവരെ, ബിലവഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 1 യോഹന്നാന്റെ ലേഖനത്തിനകത്ത് വ്യക്തമായി തുടക്കവാക്യം ഇങ്ങനെ പറയുന്നു: കള്ളപ്രവാചകന്മാരെ അവൻ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏതാത്മാവിനെ വിശ്വസിക്കാതെ. ഇവയെല്ലാം ദൈവത്തിൽ നിന്നും വന്ന ആത്മാവാണോ, ദൈവത്തിൽ നിന്നും പറയുന്ന ജ്ഞാനത്തിന്റെ പ്രവചന ശബ്ദങ്ങളാണോ, ദൈവത്തിൽ നിന്നും അവൻ പുറപ്പെടുവിക്കുന്ന പരിജ്ഞാനത്തിന്റെ വാക്കുകളാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്യുവിൻ എന്ന് വളരെ വ്യക്തമായും സഭയോട് വിളിച്ചു പറയുകയാണ്. അവൻ പ്രവചന ശബ്ദങ്ങൾ നാം കേൾക്കുന്നവരാണ്. അവൻ ദൈവിക ദൂതുകൾ കേൾക്കുന്നവരാണ്. ദൈവ ശബ്ദങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുന്നവരാണ്. പക്ഷേ തുടക്കത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് ദൂത് കേട്ടാലും, ഏത് പ്രവചനം കേട്ടാലും, ഏതെങ്കിലും ദൈവശബ്ദം കേട്ടാലും അത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ വരുന്നു എന്ന് നാം ആത്മാവിനെ വിവേചിച്ചറിയുവാനുള്ള ഒരു ദൈവകൃപ എനിക്ക് നിറയണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളരുന്നവരുമായിരിക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനമില്ലാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ പ്രവചന ശബ്ദങ്ങൾ നടക്കാതെ പോകുന്നുണ്ട്. ചില ദൈവിക ദൂതുകൾ നടക്കാതെ പോകുന്നുണ്ട്. അതിന് പ്രവചിച്ചവനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വിവേചിച്ചറിയാനുള്ള ഒരു ദൈവകൃപ എനിക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ സംഭവിച്ചത്. സ്തോത്രം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് സഭയോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്: പരിജ്ഞാനമില്ലാതെ ഈ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനത്തിന്റെ കുറവാണ് ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത്. ഒരു സഭ വളരണമെങ്കിൽ, ഒരു ദേശത്തൊരു സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നിൽക്കണമെങ്കിൽ, ആ സഭയ്ക്കകത്ത് 100 പേര് വരുന്ന ഒരു വിശ്വാസി സമൂഹമുള്ള സഭയാണെങ്കിൽ ആ 100 പേരിലും ദൈവിക ജ്ഞാനം നിറയുന്നുണ്ടെങ്കിൽ, ദൈവിക പരിജ്ഞാനത്തിൽ ആ സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ സഭ ദേശത്ത് ഒരു വെളിച്ചമായിരിക്കും. ആ സഭ ദേശത്ത് ഒരു അനുഗ്രഹമായിരിക്കും. ആ സഭ ദേശത്തും പൊതുസമൂഹത്തിനും ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും. കാരണം എന്താ? അവരുടെ അകത്ത് പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിളിച്ചു പറഞ്ഞത്, ശദ്രക് മേശക് അബേദ്നെഗോ, ആമേൻ, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. കാരണം ആമേൻ, ഞങ്ങളിൽ നിറയപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ജ്ഞാനവും അറിവും പരിജ്ഞാനവുമല്ല. ആമേൻ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, അതിശയം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ആമേൻ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് ശദ്രക് മേശക് അബേദ്നെഗോ വിളിച്ചു പറഞ്ഞത്. അത് ആത്മാവിനെ വിവേചിച്ച് അറിഞ്ഞുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിനോട് വിളിച്ചു പറയാനുള്ള തന്റെ ഇടം അവർക്ക് ലഭിച്ചത് അവർ പ്രാപിച്ച ദൈവിക ജ്ഞാനത്തിലാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവിക ജ്ഞാനം പ്രാപിച്ചെടുക്കുന്നവരായി തീരുക മാത്രമല്ല, ആത്മാവിൽ അത് വിവേചിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ദൈവവൈദ്യനായി, ദൈവദാസനായി, ഒരു ദൈവസഭയായി നമ്മൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഇന്ന് പകൽക്കാലം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.